പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മളിവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 മാർച്ച് മാസം 10-ാം തീയതി, അതായത് 1200 കുംഭമാസം 26-ാം തീയതി സോമവാരം തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളും മുഹൂർത്തങ്ങളുമാകുന്നു. നാളെ സോമവാരം അഥവാ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:38-നും അസ്തമയം വൈകിട്ട് 6:32-നുമാകുന്നു. നാളെ തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം പ്രായണ ശക്തമായ പൂയം നക്ഷത്രമാകുന്നു. തിങ്കളാഴ്ച പൂയം നക്ഷത്രം, അതും വെളുത്തപക്ഷത്തിലെ പൂയം നക്ഷത്രമാകുന്നു. കാലത്ത് ഏകാദശിയും അതിനുശേഷം വെളുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയുമാകുന്നു. തിഥിയും സമ്പത്തിനെ, സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. നവമി ഒഴിഞ്ഞ തിഥിയാണ്. പക്ഷേ ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി ഈ തിഥികളൊക്കെ തന്നെ വെളുത്തപക്ഷത്തിൽ, ശുക്ലപക്ഷത്തിലാണെങ്കിൽ വളരെയധികം സാമ്പത്തികമായ മേന്മയെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ വെളുത്തപക്ഷത്തിലെ പൂയം നക്ഷത്രം നാളെ തിങ്കളാഴ്ച ശുഭദിനം, ശുഭനക്ഷത്രം, ശുഭതിഥി ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ദിവസവും സമയവുമാകുന്നു. നാളെ പൂയം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശനിയാകുന്നു. പൂയം മനയുടെ മുത്രട്ടാതി ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹം ശനിയാകയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശനീശ്വരനെ നന്നായി ഭജിക്കാവുന്നതാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന നാളെ നിങ്ങളുടെ ദിനത്തിന് കൂടുതൽ ബലമേകുന്നതാണ്. പൂയം നക്ഷത്രക്കാർക്ക്, കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമശനി, 8-ൽ നിൽക്കുന്ന ശനിയുടെ ദോഷപ്പെട്ട അവസ്ഥ മാറി മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു സമയവും കൂടി ലഭിക്കുന്നുണ്ട്. മാർച്ച് 29-ാം തീയതി മുതൽ 9 മണി മുതൽ അതിശക്തമായി ശനി 9-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ വളരെയധികം ഗുണപരമായ നന്മകൾ പലപ്പോഴും അനുഭവിക്കുക പൂയം നക്ഷത്രക്കാർക്ക് ആയിരിക്കാം. കാരണം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ശനി. അതിനാൽ ശനിക്കൊരു പ്രത്യേക പ്രാധാന്യം ഈ 9-ാം ഭാവത്തിൽ ശനി മീനൻ രാശിയിലേക്ക് ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. നാളത്തെ പ്രാർത്ഥന ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. അതേ രീതിയിൽ ശനിയുമായി ബന്ധപ്പെടുന്ന ഏത് ക്ഷേത്രങ്ങൾ, ശാസ്താവ്, അയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കിരാതമൂർത്തി, അയ്യപ്പൻ, ഹനുമാൻ സ്വാമി, പറശ്ശിനിക്കട മുത്തപ്പൻ സ്വാമി, ഇവർക്കൊക്കെ തന്നെ നിങ്ങൾക്ക് അതാത് ദേവതകളുടേതായ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. മുത്തപ്പനാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മുത്തപ്പ സ്വാമിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാടാണ് തിരുവപ്പന, വെള്ളാട്ടം, കരിങ്കലശമൊക്കെ. ഹനുമാൻ സ്വാമിക്കാണെങ്കിലോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അവൽ നിവേദ്യമാണ്. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗത ഒപ്പിക്കൽ എന്നൊരു നല്ലൊരു ചടങ്ങും കൂടി ചെയ്യാവുന്നതാണ്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും വേട്ടക്കാരനൊക്കെ ആയാലും അവിടെ ശൈവ അംശമാണ് ഈ ദേവതകളൊക്കെ തന്നെ. അയ്യപ്പനും മറ്റെല്ലാ സങ്കേതങ്ങളിലും നിങ്ങൾക്ക് പ്രധാനമായും നെയ്വിളക്ക് സമർപ്പിക്കാം. എള്ള് ശനീശ്വരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യമാകുന്നു. പലപ്പോഴും ഈ കണ്ടകശനി മാറാനൊക്കെ നമുക്ക് എള്ള് ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. വെള്ളത്തിൽ എള്ള് ചേർത്ത് ഇച്ചിരി കല്ലുപ്പിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുകയാണെങ്കിൽ ഈ ശനീശ്വരൻ്റെ ദോഷം നമുക്ക് മാനസികമായും ശാരീരികമായും മാറാൻ വളരെ ഗുണമാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കുന്നതാണ്. നാളത്തെ അനുകൂലമായ മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ കാലത്ത് 10:40 മുതൽ 12:20 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.